The first contest on stage is chess number 117. Chess number 117. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരരുടെയും ഇന്ത്യ, കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യകളുടെയും തോട്ടികളുടെയും കുറ്റരോഗികളുടെയും ഇന്ത്യ, ജഡ്ക വലിച്ചു വലിച്ച് ചുമച്ച് ചോര തുപ്പുന്നവന്റെ ഇന്ത്യ, വളർത്തുനായി കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടിപ്പോയതിന് ഭർത്താവിനെ ശാസിച്ച് അത്താഴപ്പെട്ടിരിക്കുന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല. മക്കൾക്ക് ഒരു നേരം വയറുവെച്ച് വാരി ഉണ്ണാൻ വക നേടി സ്വന്തം ഗർഭപാത്രം വരവിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ. ഇന്നലെ നീ അവമാനം ചാട്ടിയിറക്കി വിട്ടില്ലേ ആ കൃഷ്ണേട്ടനെ പോലെയുള്ള പാവം മനുഷ്യരുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഇന്ത്യ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ ആത്മാവ് IAS അക്കാദമി വർഷാവർഷം മറവച്ച് വിരിച്ചെടുക്കുന്ന നിന്നെപ്പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാൻ സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. മേജർ ഖാനിന്റെയും മുഖത്തിൽ നേരെ ഉയർലന്റെ കയ്യ്. അതിന് ആദ്യം ഇന്ത്യ എന്താണെന്ന് അറിയണം. പുസ്തകങ്ങൾ അച്ചടിച്ച അക്ഷരത്തിലാളുകൾ നീ പഠിച്ച ഇന്ത്യ അല്ല യാഥാർത്ഥ്യങ്ങളുടെ ഇന്ത്യ, കോടിക്കണക്കിന് പട്ടിണികളുടെയും പാവങ്ങളുടെയും ഇന്ത്യ, തന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനാവാതെ സ്വന്തം ഗർഭപാത്രം പോലും വിൽക്കേണ്ടി വരുന്ന അമ്മമാരുടെ ഇന്ത്യ, ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ഇന്ത്യ, ഗഡ്ക വലിച്ചു വലിച്ച് ചോര തുപ്പുന്ന ഇന്ത്യക്കാരുടെ ഇന്ത്യ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി അവസാനം നാഥുറാമിന്റെ വെടിയേറ്റ് വെച്ച് ഗാന്ധിജിയുടെ ഇന്ത്യ. നിന്നെ പോലുള്ള പുസ്തക പോയികൾക്കും വീട്ട കൊച്ചമ്മമാർക്കും ഈ ഇന്ത്യയെ പറ്റി മനസ്സിലാവില്ല. അതിനുവേണ്ടി നീ ഇന്ത്യ എന്താണെന്ന് അറിയണം. ഈ ഇന്ത്യ നീ എന്താണെന്ന് നീ അറിയണമെങ്കിൽ നിനക്ക് അതിന് വേണ്ട സെൻസ് ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം. മേലെ ആണിന്റെയും മേലെ കൗണിലെ വേണ്ടി ഈ കയ്യ് ആണുങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കുന്നു. So you guys enjoyed Swastika 16? So now there's a prize distribution for sport dance, and I would like to invite the bursar of our college. So please can you come on stage? The first prize goes to FL04, Tippin Joseph of McFash College of Engineering. Give them a round of applause, please. Thank you, sir. Next we have on stage chess number 102. I repeat. ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്ക് അറിയൂ. അങ്ങനെ എന്നെ ചതിക്കാൻ ആർക്കും പറ്റില്ല. ഇനി ചതിച്ചാൽ ഞാൻ ശപിക്കും. ഞാൻ ഭദ്രകാളിയാ. ഞാൻ ജീവനായി കൊണ്ടു നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില്. ആർക്കും അതിന്റെ വില മനസ്സിലാവൂല. എനിക്കേ അറിയൂ. ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണത്രേ ആദ്യത്തെ പല്ല് മുളച്ചത്. അതിനു മുൻപ് ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ. 3 വയസ്സ് കഴിഞ്ഞ് 2 മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന ബ്രഷ് ഇത്. കൊള്ളാമോ? എല്ലാവരും ഇത് കണ്ടോ? എന്റെ 3ാമത്തെ വയസ്സില് പിറന്നാൾ നമ്മ കൈകൊണ്ട് തുന്നുന്ന ഉടുപ്പാ. ഇത് ഞാൻ മരണം വരെ കളയില്ല. എന്റെ സങ്കടം എനിക്കേ അറിയൂ. ഇതിന് ആർക്കും എന്നെ ശപിക്കാനാവില്ല. ഇനി ശപിച്ചാ ഞാൻ ചതിക്കും. ഇത് കണ്ടോ, ചെറുപ്പത്തിൽ എനിക്ക് ആദ്യമായിട്ട് പല്ലില്ലാഞ്ഞപ്പോ പല്ല് തേക്കാൻ പറ്റിയില്ല. പിന്നീട് അതിനുശേഷം 3 വയസ്സും 4 മാസവും പ്രായമായപ്പോൾ, ചെറുപ്പത്തിൽ എനിക്ക് 3 വയസ്സുണ്ടായിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു പല്ല് തേക്കാൻ ബ്രഷ് വാങ്ങി തന്നു. 3 വയസ്സും 4 മാസമായപ്പോൾ പെട്ടെന്ന് എനിക്ക് 4 ദിവസം 4 പല്ല് മുളച്ചു. ആ പല്ല് തേക്കാൻ എനിക്ക് ആദ്യമായി വാങ്ങി തന്ന എന്റെ ബ്രഷ്. കൊള്ളാമോ? അത് കഴിഞ്ഞ്
111. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അതുകൊള്ള ഞാൻ പറഞ്ഞില്ലേ അന്നേക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോകണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോകണ്ട. അതെന്താ? അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ. அப்ப நீ என்னை இங்கிருந்து எங்கேயும் போக விட மாட்டே. நாயே, உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிற்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொண்டு ஒரு ரத்தத்தை குடிச்சு എന്തേ? ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലിയുടെ കല്യാണത്തിന് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. എന്തേ ഇപ്പൊ ഇങ്ങനെ ഒരു മനംമാറ്റം? ഞാൻ പറഞ്ഞതാണല്ലോ രാവിലെയും കൂടി പോണെന്ന്. അതെന്താ ഞാൻ പോണ്ടാത്തത്? അതെന്താ ഞാൻ പോണ്ടാത്തത്? വിടമോട്ടെ. അയ്യോഗ്യ നായേ, എന്ത് ധൈര്യം നിന്നാൽ എൻ മുന്നാടി വന്ന് നിന്ന് ഇപ്പഴി നിൽപ്പേ. ഇന്നേക്ക് ദുർഗാഷ്ടമി. നിന്നെ ഞാൻ കൊന്ന് നിന്റെ രക്തത്തെ കുടിച്ച് നടന്നുവാണേ. എന്തറിയോ? നിസ്കാരത്തയമ്പ് ഈ മണ്ണിൽ നെറ്റിച്ചേർത്ത് വെച്ച് ഒരു ആയത്ത് മുഴുവനും റബ്ബുലൈസത്തായ പരമകാരുണികനായ തമ്പുരാൻ സുജൂദ് ചെയ്തതിന്റെ അടയാളം. കൂട്ടാനും തൊടുത്താനും കൈത്തെടുത്തിട്ടാലും ഒന്നും അറിയൂല. കാരണം എന്തറിയോ? ഇനി സത്യമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ സത്യമല്ല, ഈ മണ്ണിന്റെ ഇന്ത്യന്റെ സത്യം. ഞാനും എന്റെ കുട്ടികളും മുലപ്പാല് കുടിക്കുന്ന പോലെ അനുഭവിച്ചറിഞ്ഞ സത്യം. അത് തിരിച്ചറിയണമെങ്കിൽ എന്റെ ഈ പേ പിടിച്ച തെരുവുനായന്റെ ജന്മം കളഞ്ഞ് ഈ ഒരു യഥാർത്ഥ ഇന്ത്യനായിട്ട് ജനിക്കണം, ഒരു ഉത്തരവുള്ള ആൺകുട്ടിയായിട്ട് ജനിക്കണം. ഏക ജന്മം എടുത്താലും എന്നെ കടയിൽ കഴിയൂല. എന്റെ അതൊരു ആണും ബന്ധം കെട്ട ജന്മല്ലേ. ലാഹോറിലെ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെയും പെറ്റ നാടിന് ഒറ്റിക്കൊടുത്ത ഇന്ത്യക്കാരായ പോലീസുകളെ നെഞ്ചില് ഇപ്പം കൂടെ പോലെ 1000 തവണ വീണ കയ്യാത്. ലഹടി പിടിച്ച എന്റെ നെഞ്ചും കൂടെ തകർക്കാൻ ഇന്നൊരു ചെറുപറിൽ വേണ്ട സാഹിബിനെ. അറിയോ? അടിക്കണോ? അടിക്കണോ? ലഹടി ഈ മണ്ണിൽ നെറ്റിച്ചേർത്ത് വെച്ച് പരമകാരുണ്യകരായ തമ്പുരാന് സുജൂദ് ചെയ്തതിന്റെ അടയാളം. അത് മായൂല. കാരണം അതിന് സത്യമുണ്ട്. അത് നീ പറഞ്ഞ പോലെ പാകിസ്ഥാന്റെ സത്യമല്ല, ഇന്ത്യയുടെ സത്യം. പെറ്റ മോനിൽ നിന്നും മുലപ്പാൽ കുടിച്ച് ഞാനും എന്റെ മോനെ അനുഭവിച്ചറിഞ്ഞ സത്യം. അതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഒരു മുസ്ലിം ആൺകുട്ടിയായിട്ട് വരണം. ഒരു മനുഷ്യനായി മുസ്ലിം ഒരു ആൺകുട്ടിയായി. അന്നെ കൊണ്ടൊന്നും പറ്റൂല. അന്റെ ഒരു ആണും പെണ്ണും കേട്ട ജന്മമായി പോയില്ലേ. ലാഹോറും മറ്റും ബ്രിട്ടീഷുകാർക്കെതിരെ വീണ കയ്യാറ് അന്റെയൊക്കെ നെഞ്ചും കൂടി എറിഞ്ഞ് താക്കാനേ സാഹിബിന്റെ കൈമതി. അന്റെയൊക്കെ നെഞ്ചും കൂടി ഇടിച്ച് താർക്കാനേ ഈ ചെറുവിൽ വേണോ? അടിക്കണോ? എനിക്ക് അടിക്കണോ? Chess number 108. ഇത് മുനിശാമിയല്ല. നീയോ അല്ലേ? എന്നാ ഇതായി കളർ പോട്ടോ പതിഞ്ഞിരിക്കുന്നു. ഓട് ഓട്.
തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. ആന എവിടെ കണ്ടോടി കാണും. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? ചൂടാവരുത്. ഏത് നിമിഷവും ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ചൂടാകുന്നില്ല. പക്ഷെ തമ്പുരാട്ടിയുടെ നിലപാടെന്താന്ന് എനിക്കറിയണം. ഇത്ര നാൾ സഹിച്ചില്ലേ, ഇന്ന് രാത്രി അവിടെ സഹിക്കാൻ. ഇപ്പൊ എന്റെ തലയിലൊന്നും വരുന്നില്ല. നാളെ കാലത്ത് എന്തെങ്കിലും ചെയ്യാം. കാലത്ത് എന്ത് ചെയ്യാൻ പോവാണ്? നിവർത്തേക്ക് ഞെക്കിക്കൊണ്ടിട്ട് ഞാൻ ചെയ്തിപ്പോ അയാളെ എന്ത് വേണോ ചെയ്യും. ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താൽ മുഴുവനുള്ള അടിച്ച് കയറ്റിക്കളയും. അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഇവളെ ഉറങ്ങിയിട്ട് നമുക്ക് എടുത്താൽ മതി. പ്രശ്നമുണ്ട്. കോഴിന്റെ മണം അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോഴിന്റെ മണം. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നതെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരാന. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. കൊരങ്ങ, കൊരങ്ങ, കോയിന്റെ മണം. അല്ല, വെച്ച കോയിന്റെ മണം. Next contestant on stage, chess number 112. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഓപ്പറേഷൻ ചെയ്യാൻ കത്തിയെടുക്കുന്നു. സ്വന്തം ജീവൻ എന്നെ ഏൽപ്പിച്ചു മയക്കുന്ന രോഗികളുടെ മേൽ കൈപ്പിഴ ഉണ്ടാകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, എന്റെ ആനയെ ഞാൻ കൊന്നിട്ടില്ല. ഓപ്പറേഷൻ ചെയ്യാൻ കത്തിയെടുക്കുമ്പോൾ സ്വന്തം ജീവൻ എന്നെ ഏൽപ്പിച്ച് മയങ്ങുന്ന രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവങ്ങളെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, എൻ്റെ ആനയെ ഞാൻ കൊന്നിട്ടില്ല. Next, we're going to have the stress interview. The first number is 117, chess number 117. Now please introduce yourself. My name is Bimal Sebastian Abraham. I'm coming from CMS College, Kottayam. My ambition in life is to become an IPS officer. I'm doing my BCom second year in CMS College. And in my family... What's the form of IPS? Indian Police Service. How many services are there like that? How many civil services are there? I'm not sure about the correct number. I think it's 8. What's the form of IPS? You said IRS? Indian Revenue Service. IFS? Indian Foreign Service. IAS? Indian Administrative Service. IA and AS? I'm sorry, I know, but I forgot, sir. Continue, please. Okay. In my family, I have my dad, my mom, and I have an elder brother and elder sister. Both my brother and sister are married. And in my college, CMS College, it's the first college in India. And I chose that college because of... When was CMS established?
CMS was established in 1815. Okay. Then the reason why I chose IPS is because one of the motivation factors was Mr. Vishad Singh sir. I came to see the things that